നമസ്കാരം. പ്രധാന വാർത്തകൾ. കേന്ദ്ര നയങ്ങൾക്കെതിരെ രാജ്യത്തെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് രാത്രി 12 വരെ. കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണം. പാലക്കാട്, തൃശൂർ നഗരങ്ങളിൽ ഉൾപ്പെടെ ഹർത്താൽ പ്രതീതി. വിവിധ കേന്ദ്രങ്ങളിൽ സമരാനുകൂലികളുടെ പ്രതിഷേധ പരിപാടികൾ. ഗുരുവായൂരിൽ തുറന്നു പ്രവർത്തിച്ച കടകൾക്കു നേരെ ആക്രമണം. പടിഞ്ഞാറേ നടയിലെ ഹോട്ടലിന്റെ ചില്ലുകൾ തകർത്തു. വടനംകുറിശി ROB സർവീസ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തിരക്കേറിയ റൂട്ടിൽ 10 ദിവസം ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുമെന്ന് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ അറിയിപ്പ്. നിരോധനം ജൂലൈ 11 മുതൽ 20 വരെ. ഒരാഴ്ചയിലേറെ റോഡ് അടച്ചിടുന്നത് വിദ്യാലയങ്ങളുടെ പ്രവർത്തനം ഉൾപ്പെടെ അവതാളത്തിലാക്കുമെന്ന് ആശങ്ക. വാഹനങ്ങൾ വഴിതിരിച്ചുവിടാതെ ബദൽ സംവിധാനം കാര്യക്ഷമമാക്കണമെന്ന് ആവശ്യം. 5 വർഷത്തിലേറെയായി മേൽപ്പാല നിർമ്മാണത്തിന്റെ പേരിൽ പ്രദേശം നേരിടുന്നത് കടുത്ത യാത്രാ ദുരിതം. നെൽകർഷകർക്ക് നേരിയ ആശ്വാസം. കനറ ബാങ്ക് വഴി നെല്ലുവില വിതരണം പുനരാരംഭിക്കാൻ നടപടിയായി. ഏപ്രിൽ 25 വരെ അംഗീകരിച്ച PRSകളിൽ അടുത്ത ദിവസം മുതൽ നെല്ല് വില നൽകും. SBI വഴിയുള്ള വില വിതരണം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുന്നു. കൂനത്തറയിൽ വ്യാപാര സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി കടയുടമയെ ആക്രമിച്ച് 10,000 രൂപ കവർന്ന സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് കവളപ്പാറ, കാരക്കാട്, ചുടുവാലത്തൂർ സ്വദേശികൾ. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 124 ഗ്രാം ഹാഷിഷ് ഓയിലുമായി കുന്നംകുളം ചൊവ്വലൂർ സ്വദേശിയായ യുവാവ് ചാവക്കാട് എക്സൈസിന്റെ പിടിയിൽ. നിപ ഭീതിയിൽ ഷൊർണൂർ ചുടുവാലത്തൂർ പ്രദേശം. ചുടുവാലത്തൂർ ക്ഷേത്ര പരിസരത്തുള്ള സ്വകാര്യ സ്ഥലത്തെ വൃക്ഷങ്ങൾ വവ്വാലുകളുടെ താവളം. വവ്വാൽ ശല്യം മൂലം പൊറുതിമുട്ടിയതായി നാട്ടുകാർ. മരങ്ങൾ മുറിച്ചുമാറ്റിയതുകൊണ്ട് മാത്രം വവ്വാൽ ശല്യം അവസാനിക്കില്ലെന്നും വനം വകുപ്പുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ദേശീയ പണിമുടക്ക് പൂർണ്ണം. പാലക്കാട്, തൃശൂർ ജില്ലകൾ പണിമുടക്കിനെ തുടർന്ന് നിശ്ചലമായി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് പണിമുടക്ക്. BMS ഒഴികെയുള്ള രാജ്യത്തെ 10 തൊഴിലാളി സംഘടനകളാണ് ദേശീയ പണിമുടക്കിൽ പങ്കെടുത്തത്. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്തെ സംയുക്ത തൊഴിലാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് പണിമുടക്ക്. ചൊവ്വാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച 24 മണിക്കൂർ പണിമുടക്കിൽ രാജ്യത്തെ കോടിക്കണക്കിന് തൊഴിലാളികൾ അണിചേരുന്നുണ്ട്. തൊഴിലാളികളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന പുതിയ തൊഴിൽ ചട്ടങ്ങൾ റദ്ദാക്കണമെന്നാണ് പ്രധാന ആവശ്യം. തൊഴിൽ, സാമൂഹ്യ സുരക്ഷയും മെച്ചപ്പെട്ട വേതനവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കണമെന്ന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അവഗണിച്ചതിനെ തുടർന്നാണ് തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമരസമിതി പണിമുടക്കിലേക്ക് നീങ്ങിയത്. CITU, INTUC, AITUC, HMS, SCWA, LPF, UTUC എന്നിവ ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ അണിനിരന്നു. സംയുക്ത കിസാൻ മോർച്ച, റൂറൽ വർക്കർ യൂണിയൻ, റെയിൽവേ, NMDC ലിമിറ്റഡ്, സ്റ്റീൽ വ്യവസായം തുടങ്ങിയ പൊതുമേഖലയിലെ തൊഴിലാളികളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പാർലമെന്റ് പാസാക്കിയ 4 പുതിയ തൊഴിൽ നിയമങ്ങളോടുള്ള തൊഴിലാളി സംഘടനകളുടെ എതിർപ്പുന്നയിച്ചാണ് പണിമുടക്ക് നടന്നത്. തൊഴിലാളി സംഘടനകളെ ഇല്ലാതാക്കുകയും ജോലി സമയം വർദ്ധിപ്പിക്കുകയും തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്ന തൊഴിലുടമകളെ പിഴകളിൽ നിന്ന് സംരക്ഷിക്കുകയും തൊഴിലാളികളുടെ അവകാശങ്ങൾ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നതാണ് 4 പുതിയ തൊഴിൽ നിയമങ്ങളെന്നാണ് ട്രേഡ് യൂണിയനുകളുടെ വാദം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, ജോലികൾക്ക് പുറം കരാർ നൽകൽ, കരാർ തൊഴിലാളികളെ നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പണിമുടക്കിൽ തൊഴിലാളി സംഘടനകൾ ഉന്നയിച്ചു. തൊഴിൽ സുരക്ഷയ്ക്കും ന്യായമായ വേതനത്തിനും ഭീഷണിയാകുന്ന നയങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റേതെന്ന് തൊഴിലാളി സംഘടനാ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഗതാഗതം, ഇൻഷുറൻസ്, റെയിൽവേ, തപാൽ, പ്രതിരോധം, ഖനി, നിർമ്മാണം, ബാങ്കിംഗ്, വൈദ്യുതി, ഉരുക്ക്, ടെലികോം മേഖലകളിലെ തൊഴിലാളികൾ ദേശീയ പണിമുടക്കിൽ പങ്കെടുത്തു. സർക്കാർ ജീവനക്കാർ, ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, ഉച്ചഭക്ഷണ തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, ബീഡി തൊഴിലാളികൾ തുടങ്ങിയവരും പണിമുടക്കിൽ അണിനിരന്നിരുന്നു. അസംഘടിത തൊഴിലാളികൾ ഉൾപ്പെടെ ദേശീയ പണിമുടക്കിൽ അണിചേർന്നു. ആശുപത്രി, മെഡിക്കൽ സ്റ്റോർ, ആംബുലൻസ്, മാധ്യമ സ്ഥാപനം, പാൽ വിതരണം ഉൾപ്പെടെ അവശ്യ സർവീസുകളെ ദേശീയ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കി. ആശുപത്രി, റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം എന്നിവിടങ്ങളിലേക്കുള്ള ഗതാഗതത്തെയും മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹം, ടൂറിസം എന്നിവയെയും ഒഴിവാക്കിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തൃശൂരിലും പൂർണ്ണം. പണിമുടക്കിന്റെ ഭാഗമായി തൊഴിലാളികൾ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. തൃശൂർ ജില്ലയിൽ ദേശീയ പണിമുടക്ക് പൂർണ്ണമാണ്. KSRTC സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല.
കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലുള്ളത്. പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത തൊഴിലാളി യൂണിയന്റെ പ്രകടനങ്ങൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. തൃശൂർ KSRTC ഡിപ്പോയിൽ നിന്ന് ഓടാൻ ശ്രമിച്ച ബസ് പ്രതീകാത്മകമായി സമരാനുകൂലികൾ തടഞ്ഞു. തൃശൂർ ഡിപ്പോയിൽ നിന്ന് ചുരുക്കം ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്കിൽ നിന്ന് പാൽ, പത്രം, ഫയർഫോഴ്സ്, ആശുപത്രി എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട്. രാത്രി 12 വരെയാണ് പണിമുടക്ക്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് പാലക്കാട് നഗരത്തിൽ വിവിധ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി നടത്തിയ പ്രതിഷേധത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തു നിന്നാണ് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. പ്രകടനത്തിന് ശേഷം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം CPM മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ തൊഴിൽ സംസ്കാരം കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ അടിയറ വെച്ചെന്ന് AK ബാലൻ പറഞ്ഞു. ലേബർ കോഡുകളുമായി ബന്ധപ്പെട്ടുള്ളത് അതെത്ര പറഞ്ഞാലും അതിന്റെ പ്രാധാന്യം ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം മാത്രമേ ഇവിടെ സൂചിപ്പിക്കാൻ. യഥാർത്ഥത്തിൽ ഈ പ്രക്ഷോഭം മെയ് മാസം 20-ാം തീയതി നടക്കേണ്ടതായി. അതാണ് മാറ്റിവെക്കാൻ നിർബന്ധിക്കപ്പെട്ടത്. CITU ജില്ലാ പ്രസിഡന്റ് M ഹംസ അധ്യക്ഷത വഹിച്ചു. AITUC സംസ്ഥാന സെക്രട്ടറി വിജയൻ കുനിശ്ശേരി, മുൻ MP NN കൃഷ്ണദാസ്, INTUC ജില്ലാ പ്രസിഡന്റ് S അനന്തകൃഷ്ണൻ, മുൻ MLA TK നൌഷാദ്, വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ K മല്ലിക, PG രാമദാസ്, ഉണ്ണികൃഷ്ണൻ, MM ഹമീദ്, മുബാറക്, സരള തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംയുക്ത ട്രേഡ് യൂണിയൻ ഷൊർണൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. കേന്ദ്ര സർക്കാരിനെതിരെ വൻ പ്രതിഷേധ മുദ്രാവാക്യമുയർന്നു. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം CITU പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. 2 ഘട്ടങ്ങളിലായി ഈ പണിമുടക്കിന്റെ പ്രചരണം രാജ്യവ്യാപകമായിട്ട് സംഘടിപ്പിച്ച് നമ്മുടെ കേരളത്തിലാണെങ്കിൽ വളരെ വിപുലമായ രീതിയിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനമാണ് ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. പണിമുടക്ക് കൊണ്ട് എന്താണ് കാര്യമെന്നതിനെ സംബന്ധിച്ചെല്ലാം തന്നെ 2019 രണ്ടാമത്തെ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ CITU ഉൾപ്പെടെയുള്ള സംയുക്ത ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം പണിമുടക്കിന് ആഹ്വാനം ചെയ്ത സന്ദർഭത്തിൽ പല തൊഴിലാളികളും സാധാരണക്കാരായ ആളുകളും രാഷ്ട്രീയ എതിരാളികളെല്ലാം തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷെ ആ പണിമുടക്ക് കൊണ്ട് കാര്യമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPക്ക് ഉണ്ടായിട്ടുള്ള കനത്ത പരാജയം. CITU ഡിവിഷൻ വൈസ് പ്രസിഡന്റ് MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി, കർഷക തൊഴിലാളി യൂണിയൻ നേതാവ് K ഉണ്ണിനന്ദനൻ, AITUC നേതാവ് KC സോമൻ, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ നേതാവ് N ജയപാലൻ, കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ നേതാവ് ND ദിൻഷാദ്, കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി T മുരളീധരൻ, ഷോപ്സ് ആൻഡ് കൊമേഴ്സ് നേതാവ് KP മണികണ്ഠൻ, KP ഗോപാലകൃഷ്ണൻ, MC ശ്രീനിവാസൻ, V വേണുഗോപാലൻ, C സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗുരുവായൂരിൽ തുറന്നു പ്രവർത്തിച്ച കടകൾക്കു നേരെ ആക്രമണം. ഹോട്ടലിന്റെ ചില്ലുകൾ തകർത്തു. പടിഞ്ഞാറേ നടയിലെ ഹോട്ടലിനു നേരെയും മറ്റ് 2 കടകൾക്കു നേരെയുമാണ് ആക്രമണം ഉണ്ടായത്. പണിമുടക്ക് അനുകൂലികളാണ് ആക്രമണം നടത്തിയതെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഗുരുവായൂർ പോലീസ് വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് നഗരത്തെ ദേശീയ പണിമുടക്ക് ഹർത്താൽ പ്രതീതിയിലാക്കി. സ്വകാര്യ വാഹനങ്ങൾ പോലും നിരത്തിലിറങ്ങിയില്ല. ചില മെഡിക്കൽ ഷോപ്പുകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത്. പാലക്കാട് നഗരം ഒഴിഞ്ഞുകിടക്കുന്ന കാഴ്ചയാണിത്. പണിമുടക്കിനോടനുബന്ധിച്ച് എങ്ങും വിജനത. ചില ഭാഗങ്ങളിൽ മാത്രമാണ് അല്പം ആളുകളുണ്ടായിരുന്നത്. ഈ ഭാഗങ്ങളിൽ പോലീസ് സുരക്ഷയും ഒരുക്കിയിരുന്നു. സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ നിരത്തിലിറങ്ങിയില്ല. നഗരത്തിലെ ജനത്തിരക്കുണ്ടാകാറുള്ള മിക്ക ഭാഗങ്ങളും ശൂന്യമായിരുന്നു.
സാധാരണ ദിവസങ്ങളിൽ വലിയ ഗതാഗതക്കുരുക്കും ആൾത്തിരക്കും ഉണ്ടാകാറുള്ള മിഷൻ സ്കൂൾ, KSRTC ടൗൺ ബസ് സ്റ്റാൻഡുകൾ, സ്റ്റേഡിയം സ്റ്റാൻഡ്, സുൽത്താൻപേട്ട ജംഗ്ഷൻ, വിക്ടോറിയ കോളേജ് പരിസരം, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ ഭാഗങ്ങളെല്ലാം വിജനമായിരുന്നു. KSRTC ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ എത്തിയെങ്കിലും ബസ് സർവീസുകൾ ഒന്നും നടന്നില്ല. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് സുരക്ഷ കർശനമാക്കി. പെട്രോൾ പമ്പുകൾ അടഞ്ഞുകിടന്നു. അത്യാവശ്യത്തിന് നഗരത്തിലെത്തിയവർ ഭക്ഷണം കിട്ടാതെ വലഞ്ഞു. നഗരത്തിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ ഷോപ്പുകളിൽ ചിലതു മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത്. രാവിലെ പാൽ വിതരണവും പത്രവിതരണവും തടസ്സമില്ലാതെ നടന്നു. നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയെങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി ചെറുതുരുത്തിയിൽ CITU പ്രകടനവും പൊതുയോഗവും നടത്തി. CITUവിൽ അഫിലിയേറ്റ് ചെയ്ത വിവിധ സംഘടനകളിലെ തൊഴിലാളികൾ പങ്കെടുത്തു. ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് നിന്ന് തുടങ്ങിയ പ്രകടനം കൊച്ചിൻ പാലം ചുറ്റി ചെറുതുരുത്തി സെൻട്രൽ സമാപിച്ചു. പ്രതിഷേധ യോഗം CITU നേതാവ് VA ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി കാലം ഈ തൊഴിലാളികൾ അവരുടെ അവകാശങ്ങളൊക്കെ നിയമമായി ആ തൊഴിൽ സംരക്ഷണ നിയമം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യം. ആ നിയമങ്ങളാകെ ഒന്നൊന്നായി ഇല്ലാതെയാക്കി അതിനെ 4 കോഡുകളാക്കി കഴിഞ്ഞ നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു ജനാധിപത്യ സംവിധാനവും കൂടാതെ പാർലമെൻറ്റിനകത്ത് പാസ്സാക്കിയെടുത്തിരിക്കുകയാണ്. ആ മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ ആ പാസ്സാക്കിയെടുത്ത ആ ബില്ല് 4 മടക്കി അട്ടത്ത് വയ്ക്കുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടത്. എന്നാൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഈ രണ്ടാം ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അത് വീണ്ടും കൊടിതട്ടിയെടുത്ത് നടപ്പിലാക്കുന്നതിനുള്ള ദ്രുതഗതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ലേബർ കോഡ് ആക്ട് പിൻവലിക്കണമെന്നാണ് ഈ സമരത്തിലൂടെ CITU ഉൾപ്പെടെയുള്ള സമര സംഘടനകൾ ആഹ്വാനം ചെയ്യുന്നത്. കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ നേതാക്കളായ സാജൻ മാസ്റ്റർ, M സുലൈമാൻ, KR ഗിരീഷ്, CR സുധാകരൻ, CM റംല തുടങ്ങിയവർ പ്രസംഗിച്ചു. KP അനിൽ സ്വാഗതവും ജൂബിലി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ദേശീയ പൊതുപണിമുടക്കിനോടനുബന്ധിച്ച് INTUC വള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. INTUC ചേലക്കര നിയോജക മണ്ഡലം റീജിയണൽ വൈസ് പ്രസിഡന്റ് MM മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. നയം നമുക്ക് രൂപീകൃതമായി. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികളുടെ കൈപ്പിടിയിൽ ഇന്ത്യ രാജ്യം അകപ്പെട്ടപ്പോൾ, കേരളത്തിലെ മാർക്സിസ്റ്റുകളുടെ കരങ്ങളിലേക്ക് ഈ സംസ്ഥാനം അകപ്പെട്ടപ്പോൾ രാജ്യത്തെ തൊഴിലാളികൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. INTUC മണ്ഡലം പ്രസിഡന്റ് PT തമ്പിമണി അധ്യക്ഷത വഹിച്ചു. കെട്ടിട തൊഴിലാളി യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് KM മുഹമ്മദ്, വെട്ടിക്കാട്ടിരി യൂണിറ്റ് പ്രസിഡന്റ് മാനു, ചുങ്കം യൂണിറ്റ് സെക്രട്ടറി നാസർ ഇറക്കിങ്ങൽ, മത്സ്യത്തൊഴിലാളി യൂണിറ്റ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ, കർഷക തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി K മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തിയ ദേശീയ പണിമുടക്ക് പത്തിരിപ്പാല മേഖലയിൽ പൂർണ്ണം. ബന്ദിന്റെ പ്രതീതിയാണ് മേഖലയിൽ സൃഷ്ടിച്ചത്. അത്യാവശ്യ ഇരുചക്രവാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും നിരത്തിൽ ഇറങ്ങി. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. തുറന്ന് പ്രവർത്തിച്ച ബാങ്കുകൾ സമരാനുകൂലികൾ അടപ്പിച്ചു. മെഡിക്കൽ ഷോപ്പുകൾ തുറന്ന് പ്രവർത്തിച്ചു. യാത്രക്കാർ ഇല്ലാത്തതിനാൽ KSRTC പോലും ഓടിയില്ല. ചിലയിടങ്ങളിൽ പ്രകടനവും പൊതുയോഗവുമുണ്ടായി. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി CITU മണ്ണൂർ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. CPIM മണ്ണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി OV സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഇന്ന് കേരള സമൂഹത്തിൽ, ഇന്ത്യ രാജ്യത്ത് മാന്യമായി ജീവിക്കണമെങ്കിൽ ഇന്നത്തെ മിനിമം വേതനം 26,000 രൂപയാക്കുക എന്നുള്ളത് ഏറ്റവും ഇവിടുത്തെ തൊഴിലാളികളെ, ഒരു മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്, ഒരു ആവശ്യമാണ്. ഇന്ന്
ഈ വില നിലവാരം പിടിച്ചു നിർത്തേണ്ട ഈ ഗവൺമെന്റ് ആണെങ്കിൽ ഈ വില നിലവാരം ജീവിത സാഹചര്യം ഈ വില നിലവാരം പിടിച്ചു നിർത്താൻ വേണ്ട യാതൊരു നടപടികളും ചെയ്യുന്നില്ല. വി മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജോൺസൺ ജേക്കബ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡിവൈഎഫ്ഐ ഒറ്റപ്പാലം ബ്ലോക്ക് സെക്രട്ടറി PS അബ്ദുൽ മുത്തലീഫ്, K ശ്രീദേവി, പുഷ്പമണി, സൗദാമിനി, PV പീതാംബരൻ, OM മുരളി, V സുരേന്ദ്രൻ, A മുഹമ്മദ്, KS ഷാജഹാൻ, PA ഷബീർ, P വിപിൻ കുമാർ, M സുരേഷ്, AK ബാലകൃഷ്ണൻ, AV അർജുൻ, KA അസീസ് എന്നിവർ സംസാരിച്ചു. P സുരേഷ് ബാബു നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ദേശീയ പണിമുടക്കിന് മുന്നോടിയായി മുരുക്കുംപറ്റയിൽ INTUC പന്തം കൊളുത്തി പ്രകടനം നടത്തി. INTUC അമ്പലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് നടക്കുന്ന അഖിലേന്ത്യാ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചാണ് INTUC അമ്പലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുരുക്കുംപറ്റയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. INTUC മണ്ഡലം പ്രസിഡന്റ് സൂര്യനാരായണൻ, STU നേതാവ് മൊയ്തീൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK സാജൻ, ബ്ലോക്ക് സെക്രട്ടറി K കബീർ, ബഷീർ, അബ്ദുറഹ്മാൻ, അബ്ദുൽ ഖാദർ, ശിവദാസൻ, അസീസ്, വാപ്പു, രാജു, ഉണ്ണിക്കുട്ടൻ, ഷാജി, ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. അതുപോലെ തന്നെ ഈ തൊഴിലാളികളുടെ ഈ സംയുക്തമായിട്ടുള്ള സമരത്തിന് നമ്മുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. INTUC STU തൊഴിലാളികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് കോട്ടായി സെൻട്രൽ CITU ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാധ്യതയുള്ള ജനവിഭാഗങ്ങൾ, ദുർബല ജനവിഭാഗങ്ങൾ, രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള ഗവൺമെന്റുകളുടെ വിവിധ തസ്തികകളിൽ ജോലി കിട്ടാതെ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെടും. ഇങ്ങനെ കേരളത്തിലെ രാജ്യത്തെ ഇടതുപക്ഷം തൊഴിലാളി വർഗം പറഞ്ഞ, കഴിഞ്ഞ 3 പതിറ്റാണ്ടായി പറഞ്ഞ ഒരുപാട് മുദ്രാവാക്യങ്ങൾ, ഒരുപാട് വസ്തുക്കൾ ഇന്ന് യാഥാർത്ഥ്യമാകുന്നു. ആ യാഥാർത്ഥ്യമാകുന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കാണാൻ വേണ്ടി സാധിക്കും. CITU കോർഡിനേഷൻ കോട്ടായി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് V മോഹനൻ അധ്യക്ഷത വഹിച്ചു. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP രവീന്ദ്രൻ, മഹിളാ അസോസിയേഷൻ ഭാരവാഹി TC കുഞ്ഞുമോൾ തുടങ്ങിയവർ സംസാരിച്ചു. CITU ഡിവിഷൻ കമ്മിറ്റി ഭാരവാഹി R ലത സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി പാലക്കാട് UDTF-ന്റെ പന്തം കൊളുത്തി പ്രകടനം. ചൊവ്വാഴ്ച വൈകിട്ടാണ് UDF അനുകൂല തൊഴിലാളി സംഘടനകൾ നഗരത്തിൽ പ്രകടനം നടത്തിയത്. പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം UDTF-ന്റെ നേതൃത്വത്തിലാണ് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് ഉദ്ഘാടനം ചെയ്തു. UDTF പ്രസിഡന്റ് KN സഹീർ അധ്യക്ഷത വഹിച്ചു. INTUC റീജിയണൽ പ്രസിഡന്റ് അനിൽ ബാലൻ, UDTF ജനറൽ സെക്രട്ടറി നിസാർ അസീസ്, STU മണ്ഡലം സെക്രട്ടറി K ഹസനുപ്പ, ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പറക്കുന്നം, രമേശ് പുത്തൂർ, ഹരിദാസ് മച്ചിങ്ങൽ, ജലാൽ തങ്ങൾ, VM മുഹമ്മദുപ്പ, M റസൂൽ, PU ഷെറീഫ്, സുലൈമാൻ, A മൻസൂർ പറക്കുന്നം, റിയാസ് ഒലവക്കോട്, PS ജാഫർ, ഉമ്മർ, റഫീഖ്, ജംനാസ്, സഹീർ, മനാഫ്, ഷമീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയ പണിമുടക്ക് ചെറുതുരുത്തിയിൽ പൂർണ്ണം. ചെറുതുരുത്തി പഞ്ചകർമ്മ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ അന്യസംസ്ഥാനക്കാർ വാഹനങ്ങൾ ലഭിക്കാതെ വലഞ്ഞു. അന്യസംസ്ഥാനത്തു നിന്ന് വന്ന നിരവധി ആളുകളാണ് വാഹനങ്ങൾ കിട്ടാതെ ബുദ്ധിമുട്ടിലായത്. ചെറുതുരുത്തി പഞ്ചകർമ്മ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി സ്ത്രീകളും മുതിർന്നവരുമടക്കം നിരവധി ആളുകളാണ് തമിഴ്നാട്ടിൽ നിന്നുമായി എത്തിയത്. ഇവർ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ എത്തിയെങ്കിലും പല ആളുകൾക്കും പണിമുടക്ക് വിവരം അറിയില്ലായിരുന്നു. ഇതിനെ തുടർന്ന് നാട്ടിലേക്ക് തിരിച്ച് കാൽനടയായാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി ഭാഗത്ത് പെട്രോൾ പമ്പും മെഡിക്കൽ സ്റ്റോറും മാത്രമേ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിനെ തുടർന്ന് പെട്രോൾ പമ്പിൽ ഇരുചക്ര വാഹനങ്ങളും മറ്റ് വാഹനങ്ങളുടെയും നീണ്ട നിര തന്നെ അനുഭവപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ദേശീയ പണിമുടക്ക് കുഴൽമന്ദം മേഖലയിൽ പൂർണ്ണം. സർക്കാർ ഓഫീസുകൾ പ്രവർത്തിച്ചത് നാമമാത്രം.
മാത്തൂർ, കോട്ടായി, പെരിങ്ങോട്ടുകുറിശി, കുത്തന്നൂർ, പിരായിരി, പറളി പഞ്ചായത്ത് പരിധികളിൽ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. പെരിങ്ങോട്ടുകുറിശി, കോട്ടായി, മാത്തൂർ, പറളി പഞ്ചായത്ത് ഓഫീസുകൾ പ്രവർത്തിച്ചില്ല. പിരായിരിയിൽ 2 ജീവനക്കാർ എത്തി ഓഫീസ് തുറന്നെങ്കിലും അല്പനേരം കഴിഞ്ഞ് അടച്ചു. കുത്തന്നൂർ പഞ്ചായത്ത് ഓഫീസ് തുറന്നെങ്കിലും സമരാനുകൂലികൾ എത്തി അടപ്പിച്ചു. വില്ലേജ് ഓഫീസുകളൊന്നും പ്രവർത്തിച്ചില്ല. ആശുപത്രി, മെഡിക്കൽ ഷോപ്പുകൾ തുടങ്ങി അവശ്യ സർവീസുകൾ മാത്രമാണ് പ്രവർത്തിച്ചത്. ഇരുചക്ര വാഹനങ്ങൾ നിരത്തിലിറങ്ങിയെങ്കിലും മറ്റു വാഹനങ്ങളൊന്നും ഓടിയില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് കേരളശ്ശേരി INTUC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് പന്തംകൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. INTUC പ്രസിഡന്റ് R. മുത്തു അധ്യക്ഷത വഹിച്ചു. KS സലീം, അബ്ദുൽ ഹക്കീം, VC രാമചന്ദ്രൻ, മധു തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന ദേശീയ പണിമുടക്കിൽ മാധ്യമപ്രവർത്തകരും പങ്കാളികളായി. സമരത്തിന് പിന്തുണയുമായി പാലക്കാട് പ്രസ് ക്ലബ്ബിൽ ഐക്യദാർഢ്യ സദസ്സ് നടത്തി. ഐക്യദാർഢ്യ സദസ്സിന് ശേഷം പത്രപ്രവർത്തകർ നഗരത്തിൽ പ്രകടനവും സംഘടിപ്പിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയന്റെയും ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു ഐക്യദാർഢ്യ സദസ്സ്. CITU സംസ്ഥാന സമിതി അംഗം SB രാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ TS മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം H. മുബാറക്, യൂണിയൻ സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത, ജില്ലാ സെക്രട്ടറി S. ശ്രീനേഷ്, അഖിൽ എന്നിവർ പ്രസംഗിച്ചു. ക്ലബ്ബ് പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രകടനം 5 വിളക്ക് ചുറ്റി പ്രസ് ക്ലബ്ബ് പരിസരത്ത് തന്നെ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടനം കൃഷി ROB സർവീസ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തിരക്കേറിയ റൂട്ടിൽ 10 ദിവസം ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുമെന്ന് അറിയിപ്പിനെ തുടർന്ന് ആശങ്കയോടെ യാത്രക്കാർ. വിദ്യാലയങ്ങളുടെയും ഓഫീസുകളുടെയും എല്ലാം പ്രവർത്തനം താറുമാറാകുമെന്നതാണ് മുഖ്യ പ്രശ്നം. അതേസമയം 5 വർഷത്തിലേറെയായി തുടരുന്ന യാത്രാ ദുരിതം തീരുമെങ്കിൽ 10 ദിവസം സഹിക്കാമെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. വാടാനംകുറിശി റെയിൽവേ മേൽപ്പാലം സർവീസ് റോഡ് നിർമ്മാണത്തിന് ജൂലൈ 11 മുതൽ 20 വരെ ഇതിലെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായാണ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് മുഖേന എറണാകുളം പാലാരിവട്ടത്ത് പ്രവർത്തിക്കുന്ന റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. പട്ടാമ്പി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പട്ടാമ്പി വല്ലപ്പുഴ കൈലിയാട് കുളപ്പുള്ളി വഴിയും എതിർദിശയിൽ നിന്നുള്ള വണ്ടികൾ കുളപ്പുള്ളി കൈലിയാട് വല്ലപ്പുഴ പട്ടാമ്പി വഴിയും മാറി സഞ്ചരിക്കണമെന്നാണ് അറിയിപ്പ്. ROB നിർമ്മാണത്തിൻ്റെ ഭാഗമായി 5 വർഷത്തിലേറെയായി രൂക്ഷമായ ഗതാഗത ക്ലേശം നേരിടുന്ന പ്രദേശമാണ് വാടാനംകുറിശി. അതേസമയം തുടർച്ചയായി 10 ദിവസം റോഡ് അടച്ചിട്ട് പണിയെടുത്താൽ പ്രവൃത്തി പൂർത്തിയാകുമെന്ന് ഉറപ്പു ലഭിക്കണമെന്ന് ഇപ്പോൾ ആവശ്യമുയരുന്നു. വാടാനംകുറിശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ നിരവധി വിദ്യാലയങ്ങളുടെയും ഓഫീസുകളുടെയും പ്രവർത്തനം താറുമാറാക്കുന്നതാണ് തുടർച്ചയായ ദിവസങ്ങളിലെ റോഡ് അടച്ചിടൽ. റെയിൽവേ മേൽപ്പാലമായിട്ട് ബന്ധപ്പെട്ട് ഒരു 10 ദിവസം വാടാനംകുറിശി ഗേറ്റിൻ്റെ ഭാഗത്ത് റോഡ് ബ്ലോക്ക് ചെയ്യാമെന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്കൂൾ പ്രവർത്തനം കൂടി, ഒരുപാട് കുട്ടികൾ അവിടുന്ന് ആ ഭാഗത്ത് നിന്ന് വരുന്നവരുണ്ട്, ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം ഇല്ലേ? അതിന് അഡ്രസ്സ് ചെയ്യാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്ന് ഒന്ന് പുനഃപരിശോധിക്കണം. കാരണം ഒരു 10 ദിവസം എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന് വളരെ കഷ്ടപ്പെടുന്നുണ്ട്. ഓൾറെഡി ഈ റോഡിൻ്റെ പേരിൽ നിത്യദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട്. അപ്പോൾ അതിങ്ങനെ ഒരു കംപ്ലീറ്റ് ബ്ലോക്കായി മാറുമ്പോൾ, പ്രത്യേകിച്ച് സ്കൂൾ ആയിട്ട് മറ്റേ ഹോളിഡേ സമയമൊന്നുമല്ലല്ലോ, കുട്ടികളൊക്കെ എങ്ങനെ വരും? ഇതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ എന്തെങ്കിലും പദ്ധതികളുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതുകൂടി ഇത് പൂർണ്ണമായിട്ട് ജനദ്രോഹമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഈ വഴി ആശ്രയിക്കുന്നത്. പാലക്കാട്ട് നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്നവരും ഈ റൂട്ടിനെയാണ് ആശ്രയിക്കുന്നത്. മേൽപ്പാലം താൽക്കാലിക സർവീസ് റോഡ് തകർന്നു തരിപ്പണമായ അവസ്ഥയിലാണിപ്പോൾ. വെള്ളക്കുത്തുള്ള ഭാഗത്ത് താൽക്കാലിക അറ്റകുറ്റപ്പണികൾ കൈയെടുക്കും മുമ്പ് കുത്തിയൊലിച്ചു പോകുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത്. അപ്രോച്ച് റോഡ് നിർമ്മാണം യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതിലൂടെ മാത്രമേ പ്രദേശത്തെ യാത്രാക്ലേശത്തിന് പരിഹാരമാകൂ. പണിമുടക്ക് ദിനത്തിൽ രാവിലെ മുതൽ സർവീസ് റോഡിൽ ചില്ലറ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. ഇതിന് പിറകെയാണ് 10 ദിവസം റോഡ് അടച്ചിടുമെന്ന അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. അറിയിപ്പിൽ ROB സർവീസ് റോഡ് നിർമ്മാണമെന്നാണ് പരാമർശം, അപ്രോച്ച് റോഡ് എന്നല്ല. യാത്രാക്ലേശം മൂലം നിരവധി പ്രക്ഷോഭ സമരങ്ങൾക്ക് വേദിയായ പ്രദേശമാണിവിടം.
ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൂനത്തറയിൽ വ്യാപാരിയെ ആക്രമിച്ച് പണം കവർന്ന 4 പേർ അറസ്റ്റിൽ. വ്യാപാര സ്ഥാപനത്തിൽ അതിക്രമിച്ചു കടന്ന് കടയുടമയെ ആക്രമിച്ച് 10,000 രൂപ കവർന്ന സംഭവത്തിലാണ് കവളപ്പാറ, കാരക്കാട്, ഷൊർണൂർ, ചുടുവാലത്തൂർ സ്വദേശികൾ പിടിയിലായത്. ഷൊർണൂർ കവളപ്പാറ കാരക്കാട് കിഴക്കേപ്പാടത്ത് രാംകുമാർ, ചുടുവാലത്തൂർ കവതിയാട്ടിൽ വീട്ടിൽ സുരേഷ് ബാബു, സുഭാഷ് ബാബു, ചുടുവാലത്തൂർ കളത്തിൽ കുന്നത്ത് വീട്ടിൽ ധനേഷ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3 മണിയോടെ പരുത്തിപ്ര സ്വദേശിയായ AT വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കൂനത്തറയിലെ ഐക്കോൺസ് ആശുപത്രിക്ക് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിൽ കയറിയ 4 പേരടങ്ങുന്ന സംഘം വിജയകുമാറിനെ മർദ്ദിക്കുകയും ശേഷം 10,000 രൂപ കവരുകയും ചെയ്തെന്നാണ് പരാതി. വിജയകുമാർ നൽകിയ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടുകയായിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 124 ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവ് ചാവക്കാട് എക്സൈസിന്റെ പിടിയിൽ. കുന്നംകുളം കണ്ടാണശ്ശേരി ചൊവ്വല്ലൂർ സ്വദേശി 24 വയസ്സുള്ള അൻസാറിനെയാണ് ചാവക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ CJ റിൻഡോയും സംഘവും അറസ്റ്റ് ചെയ്തത്. ചുണ്ടൽ ഗുരുവായൂർ റോഡിൽ വെച്ചാണ് പ്രതി പിടിയിലായത്. NDPS ആക്ട് പ്രകാരം കേസെടുത്തതായി എക്സൈസ് അറിയിച്ചു. കനറ ബാങ്ക് വഴി നെല്ലുവില വിതരണം പുനരാരംഭിക്കാൻ നടപടിയായി. ഏപ്രിൽ 25 വരെ അംഗീകരിച്ച PRSകളിലാണ് അടുത്ത ദിവസം മുതൽ നെല്ലുവില നൽകുക. കനറ ബാങ്ക് വഴി നെല്ലുവില വിതരണം പുനരാരംഭിക്കാൻ നടപടിയായത് വലിയൊരു വിഭാഗം കർഷകർക്ക് ആശ്വാസമായി. ഏപ്രിൽ 25 വരെ അംഗീകരിച്ച PRSകളിലാണ് അടുത്ത ദിവസം മുതൽ നെല്ലുവില നൽകുക. ഇതിനാവശ്യമായ തുക സപ്ലൈകോ നൽകിയിട്ടുണ്ട്. SBI വഴിയുള്ള വില വിതരണം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഏപ്രിൽ 25 വരെയുള്ള PRSകൾക്ക് നേരത്തെ തന്നെ അനുമതി ലഭിച്ചിരുന്നെങ്കിലും സപ്ലൈകോ നൽകിയ തുക തീർന്നതോടെ ബാങ്കുകൾ കഴിഞ്ഞ മാസം അവസാനത്തോടെ വില വിതരണം നിർത്തിവെച്ചിരുന്നു. SBI വഴിയുള്ള വില വിതരണം കൂടി ആരംഭിച്ചാലേ കാർഷിക മേഖലയിൽ പൂർണ്ണമായും ആശ്വാസമാകൂ. ഏപ്രിൽ 25 ശേഷം നൽകേണ്ടത് 263.87 കോടി രൂപയാണ്. ജില്ലയിൽ ഏപ്രിൽ 25 ശേഷമുള്ള PRSകളിൽ 35,966 കർഷകർക്ക് തുക നൽകണം. ഏപ്രിൽ 25 വരെ PRSകളിൽ 21,345 കൃഷിക്കാർക്കായി 143.81 കോടി രൂപ വിതരണം ചെയ്തു വരുന്നതിനിടെയാണ് വില വിതരണം സ്തംഭിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വവ്വാലുകൾ താവളമാക്കിയ ഷൊർണൂർ ചുടുവാലത്തൂർ പ്രദേശം നിപ ഭീതിയിൽ. പാലക്കാട് ജില്ലയിൽ നിപയ്ക്കെതിരെ അതീവ ജാഗ്രത തുടരുമ്പോൾ വവ്വാലുകളുടെ ശല്യം മൂലം പൊറുതിമുട്ടിയ ഈ പ്രദേശത്തെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. നിപ രോഗത്തിൻ്റെ ആശങ്കയിൽ ജാഗ്രതയോടെ മുന്നോട്ടു പോകുമ്പോൾ വവ്വാൽ ശല്യത്താൽ പൊറുതിമുട്ടുകയാണ് ഷൊർണൂർ ചുടുവാലത്തൂർ പ്രദേശം. ചുടുവാലത്തൂർ ക്ഷേത്രത്തിന് സമീപമുള്ള മരങ്ങളിൽ ആയിരക്കണക്കിന് വവ്വാലുകൾ തമ്പടിച്ചിട്ടുണ്ട്. ജലസ്രോതസ്സുകളിൽ വവ്വാലുകൾ വിസർജനം നടത്തുന്നതിനാൽ വീടുകളിലെ കിണറുകളും ഷീറ്റുകൾ കൊണ്ട് മറക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ബുദ്ധിമുട്ടാച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിണറെല്ലാം ഞങ്ങൾ മൂടി വെച്ചിരിക്കുക, ഷീറ്റിട്ട് മൂടി വെച്ചിരിക്കുക. കിണറിൽ വെയിൽ കൊള്ളണമെന്നാണ് പറയുന്നത്, അതില്ല. പിന്നെ മുറ്റം മുഴുവൻ കാഷ്ടിച്ച് കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ചീരക്ക് കൃഷിയായിരുന്നു, അതിലെല്ലാം കാഷ്ടിക്കുക. പച്ചക്കറികൾ മുഴുവൻ കാഷ്ടിക്കുകയാണ്. തുണി ഒന്നും പുറത്തിടാൻ നിർത്തില്ല. അങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും പരിഹാരം ഉണ്ടായാൽ നന്നായിരുന്നു. നിങ്ങൾ പരാതികളൊന്നും കൊടുത്തില്ല? പരാതികൾ എല്ലാവരും കൂടി മെമ്പേഴ്സ് എല്ലാം കൂടിയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു ആക്ഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് കുറച്ച് 1 വർഷത്തിലധികമായി തുടങ്ങിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിലാണത് എല്ലാവരും. വവ്വാലുകളുടെ വിസർജനം കൊണ്ട് ജനങ്ങൾ വീടുകൾക്ക് പുറത്ത് കുടയെടുത്ത് വേണം ഇറങ്ങാനെന്നും തുണികൾ പുറത്ത് ഉണക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസികൾ പരാതിപ്പെട്ടു. ഒറിജിനായിട്ടുള്ള വെള്ളം കുടിക്കാൻ നിർത്തിയില്ല. തിളപ്പിച്ച, എനിക്കാണെങ്കിൽ തിളപ്പിച്ച വെള്ളം ഇഷ്ടമല്ല. ഒന്നിലോ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ച്, അതല്ലെങ്കിൽ ചൂടുള്ള കട്ടൻ ചായ കട്ടൻ കഴിയുന്നിടത്തോളം കുടിക്കുക. ഇപ്പം അതൊന്നും ഇതിപ്പോൾ ഈ 1.5 കൊല്ലമായി ഇതിനെ കൊണ്ടുള്ള ഉപദ്രവം തന്നെയുണ്ട്. അതിൻ്റെ ഉടമസ്ഥരോട് വെട്ടിത്തരാൻ പറഞ്ഞാൽ അവർ വെട്ടില്ല. അവർ നാട്ടിലില്ലാത്തവരാണ്. അഡ്രസ്സിൽ കൊടുത്താൽ അവർ ഫോൺ എടുക്കൂല. ഇന്നെങ്കിൽ ഇന്നതിന് വെട്ടാനുള്ള വല്ലതും ഗവൺമെന്റിൽ നിന്ന് ചെയ്തു തരാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഈ പുറത്തുള്ളവരൊക്കെ ഇപ്പം വന്ന് ചത്തുപോകും. അതന്നെ എല്ലാവരും കിണറിന്, എനിക്ക് കിണറിന് വലയാണ് ഇടാൻ പറ്റുള്ളൂ. അടുത്തുള്ളവരൊക്കെ ഷീറ്റിട്ടിരുന്നു. എത്ര ഞങ്ങളൊക്കെ പരാതി കൊടുക്കുക. പരാതി വന്നിട്ടുണ്ടായിരുന്നു. കലക്ടറുടെ ഒരു ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞ് കടലാസ് ഞാൻ വായിച്ചു കിട്ടും. മുനിസിപ്പാലിറ്റിക്ക് ആ കടലാസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മുനിസിപ്പാലിറ്റിക്കാരും പോലെ ഫോറസ്റ്റുകാർ കുറേ പ്രാവശ്യം വന്ന് ചോദിച്ചു. ഒരിക്കലും അവർ പറഞ്ഞു കെണി വെക്കാനൊന്നും എനിക്കറിയില്ല. കൂട് വെക്കാറുണ്ടോ ഇതിനെ ചോദിച്ചു. അത് കൂട് കെട്ടുണ്ടോ എനിക്കറിയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പന്നി വരുന്നുണ്ട്, പന്നി ശല്യമുണ്ട്. രാത്രിയായി കിടക്കാൻ നോക്കിയില്ല. പന്നികളുടെ ഉപദ്രവം പുറത്ത് മുറ്റത്തു കൂടെയൊക്കെ നടക്കാൻ
ആകാശത്ത് വവ്വാല്, താഴെ അത്ത ഒച്ച എന്താ ഓരോന്ന് എല്ലാ വിധത്തിൽ കൊട നിർത്തിയിട്ട് നടക്കേണ്ട. കാലിൽ ഞാൻ ചെരുപ്പിടാൻ ഇഷ്ടം ചെയ്യാത്ത ഇപ്പൊ കാലിൽ ചെരുപ്പ് വേണം, കയ്യിൽ കൊടയും വേണം, തലയ്ക്ക് മീതെ കൊട പിടിച്ചിട്ടേ നടക്കാൻ തോന്നി. പകൽ സമയത്ത് മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന വവ്വാലുകൾ രാത്രിയിൽ പ്രദേശത്ത് കൂട്ടത്തോടെ പറക്കുന്നത് ഇരുചക്രവാഹന യാത്രക്കാർക്കും അപകട ഭീഷണിയാകുന്നുണ്ട്. പ്രദേശത്ത് 100-ലധികം കുടുംബങ്ങളുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരങ്ങളിലാണ് വവ്വാലുകൾ കൂട്ടമായി എത്തിയിരിക്കുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്കും വനം വകുപ്പിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. നമ്മുടെ നാട്ടിലിപ്പോൾ ഈ നിപ്പയൊക്കെ പകർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ ഈ പരിസരത്ത് ചുടുവാലത്തൂർ പരിസരത്ത് അമ്പലം പരിസരത്ത് കുറേ അധികം വവ്വാലുകൾ നിത്യ ജീവിതത്തിന് ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. ഒരു കൊല്ലം മുമ്പ് മുനിസിപ്പൽ ചെയർമാനോട് ഇൻഫോം ചെയ്തിട്ടുള്ളതാണ്. ഒരാക്ഷൻ ഇല്ല. മുനിസിപ്പൽ കൗൺസിലർ പറഞ്ഞു ഒരാക്ഷൻ ഇല്ല. കിണർ ടാർപോളിലിട്ട് മൂടി വെച്ചിരിക്കുക, വെള്ളം കുടിക്കാൻ പാടില്ല. ഇപ്പോൾ മണ്ണാർക്കാട് എത്തിയെന്നാണ് പറയുന്നത് നിപ്പ. അതിനിപ്പോൾ ഇങ്ങോട്ട് വരാൻ അധികം താമസം ഉണ്ടാവില്ല. അപ്പോൾ ഹെൽത്ത് മിനിസ്റ്റർ കഴിയുന്ന വിധത്തിൽ ഇടപെട്ടിട്ട് അതൊന്ന് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാൻ നോക്കണം. അത് ഒരു പ്രൈവറ്റ് വ്യക്തിയാണ് ഇതല്ലേ, അയാളോട് പറഞ്ഞിട്ടും ഒന്നും ആക്ഷൻ എടുക്കുന്നില്ല. മരങ്ങൾ മുറിച്ചു മാറ്റിയതുകൊണ്ട് മാത്രം വവ്വാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്നും വനം വകുപ്പുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നുമാണ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിന്റെ വിശദീകരണം. നൂറുകണക്കിന് വവ്വാലുകളാണ് മരത്തിന് മുകളിൽ പകൽ സമയങ്ങളിൽ ഉണ്ടാവാറ്. സ്വാഭാവികമായിട്ടും അതൊരു സ്വകാര്യ വ്യക്തിയുടെ മരമായതുകൊണ്ട് നമുക്ക് ചില പരിമിതികളുണ്ട്. പിന്നെ വവ്വാലിനെ നമുക്കങ്ങനെ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. സർക്കാരിന്റെ ജീവികളോടുള്ള ചില സമീപനങ്ങളുണ്ട്. അത് സെൻട്രൽ ആക്ടുമായൊക്കെ ബന്ധപ്പെട്ടതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമപരിരക്ഷയിൽ വരുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിനെ നശിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. ഇപ്പം നമ്മൾ മൊത്തത്തിൽ മരം വെട്ടിക്കഴിഞ്ഞാൽ അത് അടുത്ത മരത്തിൽ കയറിയിരിക്കും. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആളുകളുടെ ആശങ്ക വളരെ പ്രധാനമാണ്. പക്ഷെ അതേസമയം നമുക്ക് ചില പരിമിതികൾ, നഗരസഭ എന്ന നിലയിൽ ചില പരിമിതികളുണ്ട്. അപ്പോൾ കൂടുതൽ വ്യക്തത വരുത്താനായിട്ട് നമ്മൾ ഫോറസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഫോറസ്റ്റിനെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ആലോചിച്ച് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. നിപ്പ രോഗം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ചുടുവാലത്തൂർ നിവാസികൾ ആശങ്കയോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിർമ്മാണം പൂർത്തീകരിച്ച മങ്കര പൂലോട് പരിയശ്ശേരി റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. കോങ്ങാട് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. റോഡ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA നിർവഹിച്ചു. ഞങ്ങൾ ആ പദ്ധതി മറ്റ് പഞ്ചായത്തിൽ കൊടുക്കേണ്ടി വന്നു. തുടർന്നാണ് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായത് പല പദ്ധതികളിലും. അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ചില കാര്യങ്ങൾ സ്പീഡായി നടന്നു വരികയാണ്. നമ്മുടെ ഇതേ മംഗല പഞ്ചായത്തിലാണ് നമ്മുടെ ബാങ്കിന്റെ സെക്രട്ടറി സുധീർ, അദ്ദേഹത്തിന്റെ അച്ഛൻ നമുക്ക് 1 ഏക്കർ സ്ഥലമാണ് ഒരു കുളം നിർമ്മിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ബജറ്റിൽ 1 കോടി രൂപ വകയിരുത്തി കെല്ലാണ് ആ വർക്ക് നിർവഹിക്കുന്നത്. അതിന് DPR പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മുടെ മങ്കര പഞ്ചായത്തിലെ ഒരു പൊതു സെന്ററായി കുളം എന്ന് പറയുന്നത് കുടിവെള്ളത്തിനും അതുപോലെ തന്നെ മറ്റ് ജലസേചന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അത് ഒരു ടൂറിസ്റ്റ് ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ ചെന്നിരിക്കാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുന്നതാണ്. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ അനിത, വൈസ് പ്രസിഡന്റ് മല്ലിക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ EP സുരേഷ്, K. രാമചന്ദ്രൻ, ലോക്കൽ സെക്രട്ടറി ER ശശി, രാധാകൃഷ്ണൻ, S. ഹരിദാസ്, കണ്ണൻ എന്നിവർ സംസാരിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ദിവസം വിജയോത്സവം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ നിർബന്ധമായി 1-ാം ക്ലാസ്സിൽ ചേരണം. 5 വയസ്സ് തികയാത്ത കുട്ടികൾക്ക് പഠിക്കാൻ ടീച്ചറോട് ചോദിച്ചു. ഇവിടെ നമ്മുടെ pre-KG തുടങ്ങി ഇല്ലേ, pre-KG ഉണ്ട്, അല്ലെങ്കിൽ LKG UKG പഠിക്കാം, അംഗൻവാടി പോവാം, ബാലവാടി പോവാം, വിജ്ഞാനവാടി പോവാം അല്ലേ, എവിടെയൊക്കെയാണ് സംവിധാനം. അപ്പൊ അതിനൊക്കെ മാറി നിർബന്ധമായ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വന്നതോടുകൂടി വിജ്ഞാനമുള്ളൊരു തലമുറ ആർജിച്ചു വരികയാണ്.
PTA പ്രസിഡന്റ് ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC +2 വിജയികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. വാർഡംഗം KL ചന്ദ്രിക, MPTA പ്രസിഡന്റ് സലീന, SMC ചെയർപേഴ്സൺ ഷൈനി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടറേറ്റ് നേടിയ രഞ്ജുവിനെ MLA ഉപഹാരം നൽകി അനുമോദിച്ചു. പ്രധാനാധ്യാപിക S അജിത സ്വാഗതവും പ്രിൻസിപ്പൽ ഇൻചാർജ് ബീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മുള്ളൂർക്കര ആറ്റൂർ മനപ്പടിയിൽ പ്രവർത്തിക്കുന്ന ടീം USA ക്ലബിന്റെ നേതൃത്വത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc കെമിസ്ട്രിയിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ ശില്പ ദാസിനെ അനുമോദിച്ചു. ആറ്റൂർ മണ്ഡലം കുന്ന് അമ്മത്ത് വളപ്പിൽ രാമദാസ് നിർമ്മല ദമ്പതികളുടെ മകളാണ് ശില്പദാസ്. ആദരണ ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് മഹേഷ്, സെക്രട്ടറി പ്രശാന്ത് ആറ്റൂർ, ജോയിന്റ് സെക്രട്ടറിമാരായ മുകേഷ്, ഗഗൻ, ക്ലബ്ബ് ഭാരവാഹികളായ ബിർജേഷ്, രോഹിത്, അഭിനവ്, അഖിൽ, വിഷ്ണു, ശില്പദാസിന്റെ സഹോദരൻ ശ്യാം എന്നിവർ പങ്കെടുത്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മ്യൂസിക് കെമിസ്ട്രിയിൽ 3ാം റാങ്ക് നേടിയ നമ്മുടെ നാടിന് അഭിമാനമായ നമ്മുടെ കുഞ്ഞാൻകുട്ടിക്ക് ശില്പദാസിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ ഈ അവസരത്തിൽ നേടുകയാണ്. ടീം USAയുടെ എല്ലാവിധ പിന്തുണകളും ഇനിയും എക്കാലവും ഉണ്ടാവുന്നു. ദേശീയ പണിമുടക്ക് വർഷം തോറും നടക്കുന്ന ഒരു ചടങ്ങ് മാത്രമായി മാറുകയാണെന്ന വാദം ഒരു വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരായിരുന്നു ഇന്നത്തെ രാജ്യവ്യാപക പണിമുടക്ക്. പണിമുടക്കുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ വരുതിയിൽ നിർത്താനാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മാറ്റുള്ളിയിലേക്ക്. ഈ പണിമുടക്ക് വർഷം തോറും നടത്തി വരാറുള്ള ചടങ്ങെന്ന ഇത് ചില സംഖ്യകളുടെ കുപ്രചരണങ്ങൾ മാത്രമാണ്. അല്ലെങ്കിൽ അത് കേന്ദ്രം ഭരിക്കുന്ന അവരോട് താൽപ്പര്യം കാണിക്കുന്ന ചില ബൂർഷ്വാസികളുടെ കാഴ്ചപ്പാടാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തെ ജനദ്രോഹപരമായ ഭരണകൂടത്തിനെതിരായിക്കൊണ്ട് രാജ്യത്തെ തൊഴിലാളികളെയും ജനങ്ങളെയും സംഘടിപ്പിച്ച് ആ പ്രതിഷേധം കേന്ദ്രത്തിന്റെയും ജനങ്ങളെയും ചെവിയിലെത്തിക്കുക എന്ന് മാത്രമാണ് അതിന്റെ ലക്ഷ്യം. അല്ലാതെ ഇത് ഒരു വർഷത്തിൽ നടക്കുന്ന ചടങ്ങായി പ്രഖ്യാപിക്കുന്നവർ തിരിച്ചറിയണം എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ പണിമുടക്ക് ആധാരമായ വിഷയമെന്ന് പറയുന്നത് നവ ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും രാജ്യത്തെ പൊതുമുതൽ കോർപ്പറേറ്റുകൾക്ക് വിറ്റുതുലയ്ക്കുന്ന നയങ്ങൾക്കെതിരെ കൂടിയാണ് ഈ സമരം. നമുക്കറിയാം, നമ്മുടെ പൂർവികർ നേടിയെടുത്തിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായി വളരെ വേഗതയിൽ വിറ്റുതുലയ്ക്കുന്ന സമീപനമാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ അവരുടെ തൊഴിലാളി സംഘടനയായ BMS പോലും ഒരു ചൂണ്ടുവിരൽ അനക്കുന്നതിന് പോലും ഇതുവരെ തയ്യാറാവുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. ഈ രാജ്യത്ത് തൊഴിലാളികളുടെ അവസ്ഥ എന്ന് പറയുന്നത് നിരവധിയായ പ്രതിസന്ധികൾ ദിനം പ്രതി എന്നോളം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ നിന്നും തൊഴിലാളികളുടെ അവകാശങ്ങൾ നിലനിർത്തുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും കൂടിയാണ് ഈ ദേശീയ പണിമുടക്ക് കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ. മാറ്റൊലി. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര നയങ്ങൾക്കെതിരെ രാജ്യത്തെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് രാത്രി 12 വരെ. കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണം. പാലക്കാട്, തൃശൂർ നഗരങ്ങളിൽ ഉൾപ്പെടെ ഹർത്താൽ പ്രതീതി. വിവിധ കേന്ദ്രങ്ങളിൽ സമരാനുകൂലികളുടെ പ്രതിഷേധ പരിപാടികൾ. ഗുരുവായൂരിൽ തുറന്നു പ്രവർത്തിച്ച കടകൾക്കു നേരെ ആക്രമണം. പടിഞ്ഞാറേ നടയിലെ ഹോട്ടലിന്റെ ചില്ലുകൾ തകർത്തു. വടനംകുറിശി ROB സർവീസ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തിരക്കേറിയ റൂട്ടിൽ 10 ദിവസം ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുമെന്ന് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ അറിയിപ്പ്. നിരോധനം ജൂലൈ 11 മുതൽ 20 വരെ. ഒരാഴ്ചയിലേറെ റോഡ് അടച്ചിടുന്നത് വിദ്യാലയങ്ങളുടെ പ്രവർത്തനം ഉൾപ്പെടെ അവതാളത്തിലാക്കുമെന്ന് ആശങ്ക. വാഹനങ്ങൾ വഴിതിരിച്ചുവിടാതെ ബദൽ സംവിധാനം കാര്യക്ഷമമാക്കണമെന്ന് ആവശ്യം. 5 വർഷത്തിലേറെയായി മേൽപ്പാല നിർമ്മാണത്തിന്റെ പേരിൽ പ്രദേശം നേരിടുന്നത് കടുത്ത യാത്രാ ദുരിതം. നെൽകർഷകർക്ക് നേരിയ ആശ്വാസം. കനറ ബാങ്ക് വഴി നെല്ലുവില വിതരണം പുനരാരംഭിക്കാൻ നടപടിയായി. ഏപ്രിൽ 25 വരെ അംഗീകരിച്ച PRSകളിൽ അടുത്ത ദിവസം മുതൽ നെല്ല് വില നൽകും. SBI വഴിയുള്ള വില വിതരണം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുന്നു. കൂനത്തറയിൽ വ്യാപാര സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി കടയുടമയെ ആക്രമിച്ച് 10,000 രൂപ കവർന്ന സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ.
ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് കവളപ്പാറ, കാരക്കാട്, ചുടുവാലത്തൂർ സ്വദേശികൾ. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 124 ഗ്രാം ഹാഷിഷ് ഓയിലുമായി കുന്നംകുളം ചൊവ്വലൂർ സ്വദേശിയായ യുവാവ് ചാവക്കാട് എക്സൈസിന്റെ പിടിയിൽ. നിപ ഭീതിയിൽ ഷൊർണൂർ ചുടുവാലത്തൂർ പ്രദേശം. ചുടുവാലത്തൂർ ക്ഷേത്ര പരിസരത്തുള്ള സ്വകാര്യ സ്ഥലത്തെ വൃക്ഷങ്ങൾ വവ്വാലുകളുടെ താവളം. വവ്വാൽ ശല്യം മൂലം പൊറുതിമുട്ടിയതായി നാട്ടുകാർ. മരങ്ങൾ മുറിച്ചുമാറ്റിയതുകൊണ്ട് മാത്രം വവ്വാൽ ശല്യം അവസാനിക്കില്ലെന്നും വനം വകുപ്പുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.